ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ല കേരളത്തിൽ. അത് അസ്തമിച്ചു പോയി. ഇടതുപക്ഷങ്ങളും 16 സീറ്റും പിണറായി ഏറ്റെടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാർക്സിസം ഒക്കെ പോയി പിണറായിസം, മാർക്സിസം ഒന്നും അതിനകത്തില്ല. ആ പിണറായിസം 16 സീറ്റും 4 സീറ്റ് നമ്മുടെ CPI ഏറ്റെടുത്തു. ആ സീറ്റിൽ കൊടുത്തേക്ക് ഒന്ന് ആലോചിച്ചോളൂ. ഇവിടെ CPI കൊടുത്തേക്ക് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി കെട്ടിവെച്ച് നഷ്ടപ്പെടുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയിൽ ഒന്നാണ് ദിവാകരൻ. എഴുതിയിട്ടോ, കെട്ടിവെച്ച് നഷ്ടമാകുക. പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ലല്ലോ. സാധ്യതയില്ലെന്ന് മാത്രമല്ല, അപമാനിക്കാൻ ആ മനുഷ്യൻ അതിനകത്ത് ഗ്രൂപ്പ് വഴക്കിൽ വഴിയേടാകാൻ പോകുന്നു. ചെയ്തിവാരൻ കെട്ടിവെച്ചത് കിട്ടുക. പുള്ളി എൻ്റെ തൊട്ട് താഴെ താമസിക്കുക, എൻ്റെ അയൽവാസിയാണ്. പുള്ളി നഷ്ടപ്പെടുന്ന ആരും തെറ്റി എൻ്റെ അയൽവാസിയായിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോഴും തന്നെ കാണും. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് പിണറായിസം 16 സീറ്റ് നിൽക്കുക. പിണറായിക്ക് ഇഷ്ടമുള്ളവരെ നിശ്ചയിച്ചു. ആര് ചോദിക്കാൻ, ആര് പറയാൻ? ഫാസിസ്റ്റ് സ്റ്റൈലില്ലേ? അങ്ങനെ പ്രഖ്യാപിച്ചാൽ മിണ്ടാൻ കഴിവുള്ളവൻ ഒരുതൻ പിണറായിസത്തിനകത്തില്ല. ഇതൊരു ഘടകകക്ഷിയാണ്. കഴിഞ്ഞ തവണ സീറ്റുണ്ടായിരുന്ന ഘടകകക്ഷിയാണ് ഈ ജനത. എന്തി അവർ MLA-മാരായിട്ട് MLA-മാരുടെ എണ്ണം കൂടിയവരിപ്പോൾ മന്ത്രിസഭയിലുണ്ട്. നാണം വേണ്ടേ മന്ത്രിയായിട്ട് കുത്തിരിക്കുക? എന്തിന് എന്നാൽ എഴുതിയിട്ടോ, ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 100-ൽ കൂടുതൽ സീറ്റിൽ നിന്നും പിണറായിസം തകരും. പിണറായിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടും. പിന്നെ 1 മിനിറ്റ് മുഖ്യമന്ത്രി കസേരയിരിക്കാൻ അങ്ങനെ പറ്റില്ല. എഴുതിയിട്ടോ നടക്കാൻ പോകും. എങ്ങനെ മുഖ്യമന്ത്രിയെ തുടരും? 71 സീറ്റ് വേണ്ടേ? ഈ 100-ൽ കൂടുതൽ സീറ്റുകളിൽ പിണറായിയുടെ പാർട്ടി താഴെ പോകും. പിന്നെ എങ്ങനെ അങ്ങേർക്ക് മുഖ്യമന്ത്രി ഇരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പിണറായിസം അവസാനിക്കുന്നു, കമ്മ്യൂണിസം അവസാനിച്ചു നേരത്തെ തന്നെ. ഇനി മാർക്സിസം അവസാനിച്ചതുപോലെ പിണറായിസം എന്ന ഫ്യൂഡൽ വ്യവസ്ഥയും കൂടി തീരാൻ പോകുന്നു. അത്രയുള്ളൂ ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകത. പിന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ ഒരുമിച്ചല്ലേ BJP-യിലോട്ട് പോകുന്നത്? എന്ത് പറയാനാണ്? ഇതിപ്പോൾ നാണം കെട്ടൊരു പാർട്ടിയുണ്ടോ? ഇതൊരു പാർട്ടിയാണ്. കേരളത്തിൽ നോക്കിയോ, അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിൽ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞത് കാണുകയില്ല. ആ സ്ഥാനത്തേക്ക് BJP അല്ലെ അതുപോലുള്ള കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ഒരു സെറ്റപ്പ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഒരു കാരണവശാലും കോൺഗ്രസ് വരികയില്ല. പിന്നെ എന്നെ ചെയ്യാൻ പറ്റും? കോൺഗ്രസ് ഉമ്മൻചാണ്ടി ന്യായമായിട്ടാണ് രമേശിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം. ആ രമേശിൻ്റെ ഭാര്യ വെക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നിൽക്കുക. പുള്ളി ലോക്സഭ പോയാല കേസ് പഴക്കമുള്ളതുകൊണ്ടാണ് പുള്ളി പോകാത്തത്. ഇവിടെ അസംബ്ലിക്ക് നിൽക്കുക. എൻ്റെ അർത്ഥം എന്താ? ഉമ്മൻചാണ്ടി നിയമസഭ ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് രമേശിനെ വരുത്താൻ പറ്റുമോ? അടി ഉറപ്പാണ്. ഇത് അടിച്ച് ജാഗു ഈ കോൺഗ്രസ് ധൈര്യമായിട്ട്. ഇനി ഏതൊക്കെ നേതാക്കൾ BJP-യിലോട്ട്? ഞാൻ പേരിപ്പോൾ പറയുന്നില്ല. BJP ആഗ്രഹിച്ചെങ്കിൽ KV തോമസ് പോയി. എൻ്റെ അധ്യാപകനാണ്, പാവം, നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം വിഷമിച്ചിട്ട് കാര്യമില്ല. എറണാകുളം സീറ്റിൽ നിന്ന MLA-മാർ 4 പേര് KV തോമസ് ജയിക്കില്ല. ഞാനും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പരിശോധിച്ചു. KV തോമസിനോട് ജയിക്കാൻ സാധ്യതയാണ്. അങ്ങനെ ഒരു മോശം അഭിപ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ പുള്ളി അവിടെ നിന്ന് മാറ്റി ഒരാളെ ഇട്ടതിൽ തെറ്റല്ല. അവിടെ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഈടൻ. അത് നല്ല ചെറുപ്പക്കാരൻ. അപ്പം ആ ചെറുക്കനെതിരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ട് KV തോമസ് പറയുന്നു. അങ്ങനെക്കെതിരായിട്ടും KV തോമസ് പറഞ്ഞ എന്താ? ഞാൻ നല്ല കുടുംബജീവിതം നയിക്കുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. പൊതുവായി ജനങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. അവൻ്റെ പ്രൈവറ്റ് കാര്യം നോക്കേണ്ട കാര്യം നമുക്കില്ല. അവനെവിടെ പോകുന്നത് നമുക്ക് തന്നെ ആട്ടം. അവൻ പൊതുക്കാര്യങ്ങളിൽ മാന്യനാണോ? പൊതുവേദിയിൽ സ്ത്രീകളോടും പാവപ്പെട്ടവരോടും മാന്യമായി പെരുമാറുന്നത് ഇതാണ് നോക്കേണ്ടത്.